ആൻഡ് എൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും പാർക്ക് ഫുൾ. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇതെന്റെ ആദ്യത്തെ ഒഫീഷ്യൽ ഫസ്റ്റ് ഔട്ട്ഡോർ വീഡിയോ ആണ്. ഞാൻ ദുബായിൽ വന്നിട്ട് 1 month കഴിഞ്ഞു. അപ്പോൾ ഔട്ട്ഡോർ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ചമ്മലൊക്കെ മാറ്റിയിട്ട് ഇന്ന് ഔട്ട്ഡോർ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു ടെൽ, ഞാൻ പുതിയതായിട്ട് ഒരു മൈക്ക് വാങ്ങി. ആൻഡ് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് ബാംഗ്ലൂർ ജോബ് ഓഫ് ടീം ഗിഫ്റ്റ് ചെയ്തതാണ്. ദുബായിലോട്ട് അവർ അയച്ചു. അപ്പൊ ദിസ് ഇസ് ദ മൈക്ക് ആൻഡ് താങ്ക്സ് ടു ദം സ്പെഷ്യലി. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് വാക്കാണ് കാണിക്കാൻ പോകുന്നത്. മേജർലി നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ആകെ ഉള്ള ഒരു ടൈം പാസ് ആണ് ഇവിടുത്തെ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ പാർക്കിന്റെ ഒരു ലുക്ക് ഒക്കെ കാണിക്കാം. അപ്പൊ നമ്മുടെ ഈവനിങ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് റൂം കാണിക്കാം. അതാണ് റൂം, കാണുന്നുണ്ടോ? അപ്പൊ അതാണ് റൂം ആൻഡ് അപ്പുറയാണ് പാർക്ക്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് അങ്ങോട്ടാണ്. കാണുന്നുണ്ടോ അവിടെ വെള്ളം? റോഡിന്റെ അപ്പുറം കാണുന്നതാണ്. അതൊരു വലിയൊരു പാർക്കാണ്. അപ്പൊ അത് കുറെ ചുറ്റാനുണ്ട്. അറ്റ്ലീസ്റ്റ് 70% ഇന്ന് ഞാൻ കവർ ചെയ്ത് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പോവാം. നേരെ നടക്കാം. നേരെ നടന്നിട്ട് ഇവിടെ നമുക്ക് ക്രോസിംഗ് ഇല്ല, സീബ്ര ക്രോസിംഗ് ഇല്ല. കുറച്ച് അപ്പുറം പോണം. അപ്പുറയാണ് സീബ്ര ക്രോസിംഗ് ഉള്ളത്. അപ്പൊ അങ്ങോട്ട് നടക്കാം. ഇതാണ് എന്റെ ബാക്കിൽ കാണുന്നതാണ് കോർണിഷ് ഏരിയ. അപ്പൊ ഈ കോർണിഷ് ഏരിയ തുടക്കം ഒടുക്കൊന്നുമില്ല, ഈ കംപ്ലീറ്റ് സർക്കിൾ ആയിട്ട് വരുന്നതാണ് കോർണിഷ് ഏരിയ. അപ്പൊ നിങ്ങൾക്ക് ആ സൈഡിലോട്ട് കാണാം, ഒരു എന്റെ ബാക്കിൽ കാണാൻ പറ്റും ഒരു മോസ്ക് ഉള്ളത്. നല്ലൊരു വ്യൂ ആണ്. ഇപ്പൊ നല്ലൊരു 7 മണി ടൈം ആകാറായി. ഈ ഒരു ടൈമിലാണ് മോസ്ക് കാണാൻ നല്ല ഭംഗി. അപ്പൊ അവിടെയാണ് നമുക്ക് ക്രോസിംഗ്. അങ്ങോട്ട് പോകും. അപ്പൊ ഗൈസ്, നമ്മൾ ദൂരത്തു നിന്ന് കണ്ട പള്ളിയാണിത്. ഒരു കുറച്ചേരം കൂടി കഴിയുമ്പോൾ ലൈറ്റ് ഇട്ടേക്കണ ഒരു വ്യൂ ഞാൻ കാണിക്കാം. അപ്പൊ ഈ പള്ളിയുടെ പേരാണ് അൽനൂർ പള്ളി. ഇവിടെ വലിയ വലിയ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ഈ പള്ളിയിൽ ഭയങ്കര ആഘോഷമാണ്. പിന്നെ നോർമലി ഫ്രൈഡേസ് നല്ല രസമാണ്. അതും അല്ലാണ്ട് ഇപ്പൊ ഈദും പിന്നെ എന്താണ് റംസാൻ, അങ്ങനെ മുസ്ലിം ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആഘോഷം. അപ്പോൾ ഇവിടെ മുമ്പിലാണ് ക്രോസിങ്. നമ്മൾ ഇങ്ങനെ തന്നെ ക്രോസ് ചെയ്യണം. ഇങ്ങനെ ക്രോസ് ചെയ്തില്ലെങ്കിൽ അപ്പൊ ഫൈൻ അടിക്കും. ഗൈസ്, അപ്പൊ നമ്മള് റോഡ് ക്രോസ് ചെയ്ത് കോർണിഷ് പാർക്കിലോട്ട് കയറി. ആൻഡ് എന്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ഒരു റെസ്റ്റോറന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അത് കാണാൻ ഒരു ബോട്ട് തന്നെയാണ്, ആക്ച്വലി ബോട്ട് തന്നെയായിരുന്നു. ആൻഡ് ദെൻ ഐ ഡോണ്ട് നോ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എനിക്ക് അറിയില്ല. ബട്ട് ഇതിപ്പോ റെസ്റ്റോറന്റ് ആക്കിയതാണ്. ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറൊരു റെസ്റ്റോറന്റ് നമ്മുടെ ബാക്ക് സൈഡിലുണ്ട്. അതിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് ഇട്ടതിന് ശേഷം അത് പറ്റിയെങ്കിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് കാണാം. ഗൈസ്, അപ്പൊ ആ റെസ്റ്റോറന്റിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണാം വാട്ടർ ബോട്ട് ഉണ്ട്. അതായത് നമുക്ക് പേ ചെയ്ത് ഇങ്ങനെ നമുക്ക് വാട്ടറിലൊക്കെ കുറച്ച് നേരം, ഐ തിങ്ക് ദർ ഇസ് എ ടൈം സ്ലോട്ട് ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോ ആ ലാസ്റ്റ് നമുക്ക് കുറെ ദൂരം അങ്ങ് അറ്റം വരെ നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു 1/2 an hour അങ്ങനെ എന്തെങ്കിലും സ്ലോട്ട് കൊടുക്കും. ആൻഡ് എത്ര ദിറംസ് ആണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ ഓടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കുറച്ച് സൂം ചെയ്താ കാണാൻ പറ്റും. അങ്ങനെ ആണ് ഇവിടെ സംഭവങ്ങൾ. ഇവിടെ മേജർലി എല്ലാരും ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് വാട്ടർ ബോട്ട്. പിന്നെ ഈ വണ്ടികൾ, അതായത് സൈക്കിളും പിന്നെ 2-seater വണ്ടി, ഇത് റെൻറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഓടിച്ച് നടക്കാൻ പറ്റും. കാരണം കണ്ടോ, നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടോ, ഇത് കണക്ക് നമുക്ക് ഓടിച്ച് നടക്കാൻ പറ്റും. ബട്ട് വി ഹാവ് ടു പേ സർട്ടൻ എമൗണ്ട് ആൻഡ് യൂസ് ചെയ്യാം. ബിക്കോസ് കോർണിഷ് ഇസ് എ വെരി ബിഗ് ഏരിയ, അതുകൊണ്ടാണ്. അപ്പോൾ ആ കാണുന്നതാണ് അൽനൂർ ഐലൻഡ്.
ഇപ്പൊ സമയം 7:27. അപ്പോഴിത്ര വെളിച്ചുണ്ട്. ഇനി കുറച്ചേരം കഴിഞ്ഞിട്ട് സൺസെറ്റ് ആവുള്ളൂ. അപ്പൊ നമ്മുടെ മെയിൻ കാജു പാർക്ക്, അതായത് ഡേറ്റ്സ് പാർക്കിനകത്തോട്ട് നമുക്ക് എൻ്റർ ആവും. നമ്മൾ മെയിൻ ആയിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്, ഇരുന്ന് ടൈം കളയുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പൊ ഇതാണ് പാർക്ക്. ആൻഡ് എന്റെ ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഫുൾ ഡേറ്റ്സ് മരമാണ്. നമ്മൾ കണ്ടപ്പോ അന്തം വിട്ടു പോയത് ആദ്യം വന്നപ്പോ. ഫുൾ ഡേറ്റ്സ് മരം. ഇപ്പൊ സീസൺ ആകുമ്പോ ഡേറ്റ്സ് ഒക്കെ തന്നെത്താനെ പഴുത്ത് താഴെയുള്ളൂ. അപ്പൊ നമുക്ക് പിറക്കി കഴിക്കാന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പൊ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ കുറെ ഡേറ്റ്സ് എല്ലാം ഉണ്ട്, പക്ഷെ പച്ചയാ. അപ്പൊ സീസൺ വരുമ്പോ പിന്നെയും ഇവിടെ വന്നൊരു വീഡിയോ എടുക്കാം. അപ്പൊ നമുക്കിനി ഉള്ളിലോട്ട് എൻ്റർ ആവാം ഗൈസ്. ഇതാണ് നമ്മുടെ പാർക്കിന്റെ ഒരു ലുക്ക്. നമ്മൾ മേജർ ആയിട്ട് വീഡിയോ എടുത്ത് കാണിക്കാൻ വന്ന ഒരു സ്പോട്ട് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്നാണ് ആൾക്കാർ കുറവ്. അതായത് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഫുൾ ടൈം, അതായത് പകലുണ്ടാവില്ല കേട്ടോ, ഈവനിങ്സിൽ രാത്രി ഇങ്ങനെ ആൾക്കാരുണ്ടാവും. ആൻഡ് അവർ രാത്രി 2 മണി 3 മണിക്കൊക്കെ ഇവിടെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഈ സൈഡിൽ കുറച്ച് ആൾക്കാരെ കാണാം. ഇന്നാണ് ഇവിടെ ആൾക്കാരെ ബേസിക്കലി കുറവ്. വലിയൊരു പാർക്കാണ്. ഓരോരോ മരത്തുമ്പിലും ഓരോരോ ലൈറ്റ് ഉണ്ട്. അതാണ് ഇതിന്റെ ലുക്ക്. അപ്പൊ ഇവിടെ ആൾക്കാർ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ ചെയ്യും. ഇതാരും ചോദിക്കാനൊന്നും വരില്ല. പിന്നെ ഈ വണ്ടി കണ്ടോ ഗൈസ്, കണ്ടോ? അപ്പോ ഇവിടെ ആൾക്കാർ 2 വീലർ ഒന്നും അധികം വാങ്ങിക്കലില്ല. ബേസിക്കലി ഇവിടെ 2 വീലറേ ഇല്ല. ഇത് കണ്ടോ, ഇങ്ങനത്തെ വണ്ടികളാ. ഇതെന്തോ 400 500 ദിറംസ് ഒക്കെ. അപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനത്തെ വണ്ടി വാങ്ങിക്കും, ഇലക്ട്രിക് വണ്ടി. പക്ഷെ ഇതിന് സെപ്പറേറ്റ് എന്താ പറയാടോ, വണ്ടി ഓടിക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് പാത്ത് ഉണ്ട്, ഫുട്പാത്ത്. അതിന് പുറത്ത് മാത്രമേ ഓടിക്കാവൂ. ഇനി മാറിയെങ്ങാനും ഓടിച്ചു കഴിഞ്ഞാൽ അതിന് ഫൈൻ കിട്ടും. ആൾക്കാരുണ്ടോ അവിടെ? നിങ്ങൾക്ക് കാണാം എക്സസൈസ് ഒക്കെ ചെയ്തു പോകുന്നത്. ഞാൻ ഇച്ചിരി സൂമാക്കി കാണിക്കാം, കണ്ടോ? ആൻഡ് നമ്മൾ നിൽക്കുന്നതിന്റെ അപ്പുറം കാണുന്നതൊക്കെ കോർണിഷ്. അപ്പുറത്തേക്ക് ബിൽഡിങ്സ് കാണുന്നില്ലേ, അതൊക്കെ കോർണിഷിന്റെ ഒരു സർക്കിളാണ്. നമുക്കിപ്പോൾ അത്രയും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വാട്ടർ വ്യൂ ഉണ്ട് അപ്പുറത്തേക്ക്. ആൻഡ് ഇത് നമ്മുടെ ഓപ്പോസിറ്റിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് അൽനൂർ ഐലൻഡ് ആണ്. ആൻഡ് അങ്ങോട്ടും ഇത് തന്നെ സെയിം. ആൻഡ് നമ്മൾ ആ ലാസ്റ്റിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കുറെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് ആ ബോട്ടിംഗ് ഉള്ള സ്ഥലത്ത്. പക്ഷെ നമ്മൾ മേജർലി ഇവിടെ മാത്രമേ വരാവൂ. വന്നിരിക്കുക, ചില്ല് ചെയ്യുക, പോവുക. സ്നാക്സ് ഒക്കെ കൊണ്ടുവരും, കഴിക്കും, പോവും. അപ്പോൾ ഇവിടെ നമുക്ക് നൈറ്റൊക്കെ ആയാൽ ഇവിടെ അടുത്ത് മീനെല്ലാം വരും, മീനും ജെല്ലി ഫിഷൊക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വന്ന് ഫിഷിങ് പോലെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മളല്ല, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അവരുടെ കൂടെ വരുമ്പോൾ ഇവിടെ നമ്മൾ ആരും അറിയാണ്ട് ഇങ്ങനെ വലയൊക്കെ ഇടും. വലയല്ലല്ലോ, മറ്റെന്താ പറയുന്ന ഫിഷിംഗ് റോഡൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫിഷ് പിടിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് അങ്ങനെ 1 ടൈം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഇരുട്ടുമ്പോൾ ഉള്ള ഒരു വ്യൂ. ഇനി കുറച്ചേരം കഴിയും തോറും ഇവിടെ നല്ല ലൈറ്റ്സ് ഒക്കെ കാണും. അപ്പോൾ അതിന്റെയും കൂടി ഒരു ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം, എല്ലാ ബിൽഡിങ്സ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്. അയ്യോ, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാണ്, ലിജോ എന്നെ വിട്ട് 1 കിലോമീറ്റർ ദൂരെ പോയി. ഈ പാർക്കിൽ വരുന്ന ആൾക്കാർ കുറേ സാധനങ്ങളും വലിച്ചു വാരി തിന്നാനൊക്കെ കൊണ്ടുവരും. എന്നിട്ട് അവർ അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് ഇടും. അപ്പോൾ വേസ്റ്റ് പെറുക്കാൻ വരുന്ന ഒരു വണ്ടിയാണ് ആ കാണുന്നത്. അപ്പോൾ ഈ ഒരു തുമ്പിക്കൈ പോലത്തെ സാധനം കണ്ടോ, അതിങ്ങനെ വാക്യൂം പോലെ വലിച്ചെടുക്കും അവിടെ എന്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടെങ്കിലും. അപ്പോൾ ഇത് നമുക്ക് ഇന്ത്യയിലൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഇതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയുടെ ഫോട്ടോ കാണിക്കാമെന്നുള്ളത്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം, അതായത് ഒരു 8, 8:30, 9 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലോട്ട് ആ ഡേറ്റ്സ് പാർക്കിൽ നിന്ന് നടന്നു പോകുന്ന ഒരു വിഷ്വലാണിത്. അപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് അതായത് നമ്മുടെ എൻട്രൻസ് ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ലൈറ്റ് ഇടാത്തത് കൊണ്ട് ഞാൻ ഈ ടീ പോട്ട് ബിൽഡിങ്ങിൻ്റെ അടുത്ത് വന്നില്ല. അപ്പോൾ ഈ ടീ പോട്ട് പോലത്തെ ഒരു ഷോപ്പ്, ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു ഷോപ്പാണ്. കോഫിയും ടീ ഒക്കെ കിട്ടുന്നത്. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മൾ മാക്സിമം സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് ഡേറ്റ്സ് പാർക്കിൽ പോയിരുന്ന് കഴിക്കുക. അപ്പോൾ ഇതാണ്
ഇതാണ് ഒരു 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 വ്യൂ. പള്ളി, പിന്നെ ചായ വാങ്ങിക്കുന്ന കട, പിന്നെ ആ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ആ പാർക്ക്. ഇത്രത്തോളം ലൈറ്റ് ഇട്ട് മനോഹരമായിട്ടുള്ളൊരു പാർക്ക്. ഓക്കെ, അപ്പോൾ ഈ കോർണിഷ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ ഞാൻ കിലോമീറ്ററുകളോളം നടക്കണം. അപ്പോൾ ഞാൻ പറ്റുന്ന അത്രയും ഇച്ചിരി ഞാൻ കവർ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ്. സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കുറേ ദുബായ് കണ്ടൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ടാറ്റാ.